നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് മിക്കവാറും ഒരു സൊല്യൂഷൻസ് പ്രകൃതിയിലുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ തന്നെ ഒരു വരദാനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കാൻ പഠിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു മാറ്റം വേണം, ട്രാൻസ്ഫോർമേഷൻ വേണം. അവിടെയാണ് നമുക്ക് മെഡിറ്റേഷനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് മാറ്റം വരുന്നത്? പ്രകൃതിയെ ആശ്രയിക്കണം. നമുക്ക് എങ്ങനെയാണ് അപ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള ആ ഊർജത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? 600 കോടി ജനങ്ങളാണെങ്കിൽ 600 കോടി ജനങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഫ്രീ ഓഫ് കോസ്റ്റ്. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഇതിലൊരു കമേഴ്ഷ്യൽ സംഭവമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഗംഭീരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നുമല്ല യഥാർത്ഥ മെഡിറ്റേഷൻ എന്ന് പറയുന്നതാണ് സത്യം. ചിലർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാവും, അല്ലാത്തവർക്ക് സമയം പിടിക്കും. പക്ഷെ മാറ്റം എല്ലാവർക്കും ഉണ്ടാവും. മാറ്റം വരുമ്പോൾ സമയം എന്ന് പറയുമ്പോൾ എത്ര നാള്? ചില വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലാവും ഇതിൽ ട്രാൻസ്ഫോർമേഷൻ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അവർ ഫ്ലോ ഫീൽ ചെയ്യും. മെഡിറ്റേഷൻ തന്നെയാണ്. അപ്പം ഞാനത് വേറെ രീതിയിൽ പറയാം. അപ്പോൾ കോൺസെൻട്രേഷൻ പ്രാക്ടീസ് എല്ലാം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് മെഡിറ്റേഷൻ? അതെ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് മിക്കവാറും ഒരു സൊല്യൂഷൻസ് പ്രകൃതിയിലുണ്ടാവും എന്നുള്ളതാണ്. കാരണം പ്രകൃതി എന്ന് പറയുന്നത് അത്രയും ബൃഹത്തായിട്ടുള്ള ശക്തിയുള്ള സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ തന്നെ ഒരു വരദാനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കാൻ പഠിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഈ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവും. കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് തോട്ട്സ് കടന്നു പോകുന്നു, മനസ്സിൻ്റെ മുകളിൽ നമുക്ക് കൺട്രോളില്ല, റിസോഴ്സസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇഷ്യൂ എങ്കിൽ പ്രകൃതിയിൽ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. അതിനെ നമ്മൾ ടാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൽ, മെഡിറ്റേഷനിൽ. അല്ലാതെ വെറുതെ കണ്ണടച്ചിരിക്കുന്ന ഒരു പരിപാടിയല്ല മെഡിറ്റേഷൻ. ജനങ്ങൾ ചിന്തിക്കും, അങ്ങനെയാണ് ഞാൻ ഉറങ്ങുന്ന സമയത്ത് കണ്ണടച്ചിരിക്കുന്നില്ലേ, എനിക്ക് ഈ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ. മെഡിറ്റേഷനിൽ കണ്ണടച്ചിരിക്കുന്നതും അല്ലാതെ കണ്ണടച്ചിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ രാഹുൽ വെറുതെ കണ്ണടച്ചിരിക്കുന്നു, അതിനെക്കൊണ്ട് മെഡിറ്റേഷൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. നമ്മൾ വെറുതെ കണ്ണടച്ചൊരിടത്തിരുന്ന് കഴിഞ്ഞാൽ അത് മെഡിറ്റേഷൻ അല്ല. നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ഊർജത്തെ ടാപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. അപ്പം അത് ഉപയോഗിച്ചുള്ള പരിശീലനം നേടണം, മെഡിറ്റേഷൻ പരിശീലനം നേടണം. അതൊരു ട്രെയിനറുടെ, കേപ്പബിൾ ആയിട്ടുള്ള ട്രെയിനറുടെ കീഴിൽ നിന്നിട്ട് വേണം ഈ പരിശീലനം നേടാൻ. അപ്പോഴാണ് നമുക്ക് പ്രകൃതിയിൽ നിന്നുള്ള ഈ ഒരു നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എനർജി എന്ന് പറയാം, നമ്മളെ പരിവർത്തനപ്പെടുത്താനുള്ള എനർജി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. നമുക്ക് പരിവർത്തനം ആവശ്യമാണ് എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് മെഡിറ്റേഷൻ. എനിക്ക് മാറ്റം ആവശ്യമാണ്, ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്നവർക്കുള്ളതാണ് മെഡിറ്റേഷൻ. അല്ലാത്തവർ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിങ്ങനെ തന്നെ പോയാൽ മതി, ഇത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് മെഡിറ്റേഷൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫ്യൂച്ചറിൽ ചാലഞ്ച് ഉണ്ടാവാം എങ്കിൽ പോലും. പക്ഷെ എനിക്കൊരു മാറ്റം വേണം, ട്രാൻസ്ഫോർമേഷൻ വേണം. അവിടെയാണ് നമുക്ക് മെഡിറ്റേഷനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് മാറ്റം വരുന്നത്? പ്രകൃതിയെ ആശ്രയിക്കണം. പ്രകൃതിയെ നമുക്ക് എങ്ങനെ ആശ്രയിക്കാൻ പറ്റും? ആ പ്രകൃതിയിൽ നിന്നുള്ള ആ ട്രാൻസ്ഫോർമേഷൻ എനർജി ഉപയോഗിച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ നമ്മളെ പരിശീലിപ്പിക്കുന്ന സിസ്റ്റത്തിലേക്ക് വരണം. അതുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്, അതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾ വെറുതെ കണ്ണടച്ചിരുന്ന് ഇപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് അപ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള ആ ഊർജത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? അതിൻ്റെ ആ ടെക്നിക്ക് എന്താണ്? അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്, നമുക്ക് അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഗുരുക്കന്മാർ വേണം. പ്രകൃതിയിൽ നിന്നുള്ള എനർജി ഉപയോഗിക്കാൻ പറ്റുന്ന ഗുരുക്കന്മാർ ഉണ്ട്. അവരെ കണ്ടെത്തുക. എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത് എന്തോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാതെ ഞാൻ എത്തിപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജി ഉപയോഗിച്ചുള്ള ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസിലേക്ക് വരികയും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഇത് വളരെ ഈസിയാണ്. അങ്ങ് ആദ്യമായി ചെയ്തപ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരുന്നു ഒന്ന് പറയാം? കംപ്ലീറ്റ് മാറി എന്ന് തന്നെ പറയാം. ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്തായിരുന്നോ അതിൽ നിന്ന് കംപ്ലീറ്റ് മാറി. അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം, 2 മാസം 3 മാസം കൊണ്ടാണ് എനിക്ക് തന്നെ ഒരു മാറ്റം വരുന്നത്. ഞാൻ സാധാരണ ആൾക്കാർ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ എന്നുള്ളത് എനിക്ക് കെയർ ചെയ്തതാണ്. ഭാഗ്യവശാൽ അത് കറക്റ്റ് മെത്തേഡിലായി. ഇതെല്ലാവർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു, ഇതൊന്നും മെഡിറ്റേഷൻ. നമുക്ക് പ്രകൃതിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു വേറൊരു പ്രോസസ്സാണ്. അല്ല, ഈ ചില ആളുകളുണ്ട് രാവിലെ 3 മണി തൊട്ട് എണ്ണീറ്റിരുന്ന് മെഡിറ്റേഷനാണ്, പക്ഷെ അവർ പറയുന്നത് അവർക്കൊന്നും കിട്ടുന്നില്ല എന്നാണ്. വർഷമായിട്ടിരുന്ന് ചെയ്യുകയാണ്, പക്ഷെ സത്യസന്ധത ഉണ്ടെങ്കിൽ നമ്മളത് പറയും, എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന്. കാരണം പ്രകൃതിയിൽ നിന്നുള്ള ആ സംഭവം കിട്ടുന്നില്ല. അത് തുറന്ന് പറയണം, എനിക്ക് സ്പിരിച്വാലിറ്റി കിട്ടുന്നില്ല. എത്രയോ സന്യാസിമാർ 60 കൊല്ലം ഇത് പ്രാക്ടീസും ചെയ്ത് നടന്നിട്ട്
ഈ സ്പിരിച്വാലിറ്റിയിൽ പോയി തുറന്നു പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല പറയുന്ന സന്യാസിമാരുണ്ട്. അതാണ് സത്യസന്ധത. കാരണം കറക്റ്റായിട്ടുള്ള വഴിയിലല്ലെങ്കിൽ നമ്മളത് തുറന്നു പറയണം. എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുക തന്നെ വേണം. അല്ലാണ്ട് ഞാൻ ഇത്രയും കാലം ചെയ്തു അതുകൊണ്ട് ഇനി ഇതൊക്കെ പറഞ്ഞേക്കാം എല്ലാവർക്കും കിട്ടുന്നുണ്ട് അങ്ങനെ കളവ് പറയേണ്ട ആവശ്യമില്ല. സത്യസന്ധതയെന്ന് എല്ലാവർക്കും വേണ്ടത് ഏത് കാര്യത്തിലാണ്. അത് സ്പിരിച്വൽ പ്രാക്ടീസ് ആയാലും മെഡിറ്റേഷൻ ആയാലും ഏത് കാര്യത്തിലായാലും അപ്പോൾ തുറന്നു പറയണം. അപ്പോൾ ഭാഗ്യവശാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രെസ്സൊക്കെ കുറയ്ക്കാമെന്ന് വിചാരിച്ച് സിമ്പിളായിട്ട് ഒരു വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ കയറി മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തോ ഒരു കാര്യം നടക്കുന്നുണ്ട്, എന്തോ സംഭവം നടക്കുന്നുണ്ട്. കാരണം എനിക്കിത് ഫീൽ ചെയ്യാൻ തുടങ്ങി. മാറ്റത്തിൻ്റെ മാത്രമല്ല ഒരു എനർജി ഫ്ലോ അത് ഇതെല്ലാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി എൻ്റെ ട്രെയിനേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അതേ ഇത് പറയുന്നത് ഇതൊരു ട്രാൻസ്ഫോർമേഷൻ എനർജി ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്, പ്രാണാഹുതി ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിന് ശേഷമാണ് പിന്നെയാണ് ഞാനത് കുറച്ച് ഗൗരവത്തിലെടുക്കുന്നത് ഈ ഒരു വിഷയം. ഇപ്പം ഞാനൊരു ഫുൾ കൺവിക്ഷനിൽ എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റുന്നത് ലോകത്തുള്ള 600 കോടി ജനങ്ങളാണെങ്കിൽ 600 കോടി ജനങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഫ്രീ ഓഫ് കോസ്റ്റ്. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഇതിലൊരു കമേഴ്ഷ്യൽ സംഭവമേ ഇല്ല. ഈ ട്രാൻസ്ഫോർമേഷൻ എനർജി അബണ്ടൻസ് ആയിട്ട് പ്രകൃതിയിൽ അവൈലബിൾ ആണ്. ഇത് ടാപ്പ് ചെയ്യാനുള്ള ഒരു ഗുരു അതാരും നമുക്ക് കയറിയിട്ട് കാരണം നമുക്കറിയില്ല. ഒരു തുന്നൽ പഠിക്കണമെങ്കിൽ പോലും നമുക്ക് ആരെങ്കിലും സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞ പോലെ ഇത്രയും ആയിട്ടുള്ള ഒരു സംഭവത്തെ, ഒരു സോഫിസ്റ്റിക്കേറ്റഡ് സംഭവത്തെ നമുക്ക് ടാപ്പ് ചെയ്ത് നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ഇത് കിട്ടണമെങ്കിൽ, ഒരു ആക്സസ് കിട്ടണമെങ്കിൽ അത് അറിയുന്ന ഒരാളെ എടുത്ത് പോകണം എന്നുള്ളതാണ്. സിമ്പിൾ സംഭവമാണ്. ഇത് എളുപ്പമാണ്. ഇത് അന്വേഷിച്ചാൽ മതി. ഇത് പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ഒരുപാട് ട്രെയിനേഴ്സിന് ഇത് റെഡിയാണ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ. നിങ്ങൾ തയ്യാർ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വന്നാൽ ഐ ആം റെഡി. നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഇത് എങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ അങ്ങനെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് വരിക. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇൻഫോർമേഷൻസ് ഉണ്ട്. നമ്മൾ എവിടെയാണ് ട്രെയിനിങ്, അപ്പോൾ ഏത് ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 1 മണിക്കൂറായിരിക്കും ഒരു സെഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 3 കോൺസിക്യൂട്ടീവ് ഡേയ്സ്, തുടർച്ചയായിട്ടുള്ള 3 ദിവസങ്ങളൊരു ഓരോ മണിക്കൂർ വീതം. 1 മണിക്കൂർ മെഡിറ്റേഷൻ ആയിരിക്കില്ല, ചില കാര്യങ്ങളൊക്കെ പറയാന്നുള്ള ഒരു 1/2 മണിക്കൂർ മെഡിറ്റേഷൻ ഉണ്ടാവും. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ കപ്പാസിറ്റി കിട്ടി, കേപ്പബിളായി. ഇതിൽ കോൺസെൻട്രേഷനിലെ ഫോക്കസ് അല്ല, സുഖമായിട്ടിരുന്ന് നാച്ചുറലായിട്ട് പ്രകൃതിയുടെ സപ്പോർട്ട് കൂടി നമുക്കിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. അല്ലാതെ നമുക്കൊരു 1/2 മണിക്കൂർ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം. 1 മണിക്കൂർ ഇരുന്നിട്ട് സുഖമായിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ചിന്തകൾ കയറി വരും, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഒരുപാട് ഡിസ്റ്റർബൻസ് വരും. ഇങ്ങനെയൊക്കെയാണ് മിക്കവാറും ആൾക്കാർക്ക് അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. പ്രകൃതിയുടെ സപ്പോർട്ടോടുകൂടി ഇരുന്നാലേ നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും. അവിടെ പിന്നെ ഫോക്കസ് ഇല്ല, കോൺസെൻട്രേഷൻ ഇല്ല, അത് എൻജോയ് ചെയ്യും. ആ ഒരു പ്രകൃതിയുടെ ധാര. വേറെ രീതി പറയാം, ചാൾസ് ഡാർവിൻ്റെ ഒരു തിയറി പ്രകാരം നമ്മൾ ഓരോ സ്പീഷീസിലൂടെ കടന്ന് ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ ഇവിടെ എത്തി, മനുഷ്യൻ അല്ലേ. ഇനി മനുഷ്യൻ അടുത്തൊരു ലെവലിലേക്ക് പോകുന്നതിനെ പറ്റിയായിരിക്കും സയൻറ്റിസ്റ്റുകളൊക്കെ അത് വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. ചാൾസ് ഡാർവിൻ്റെ തിയറി വിശ്വസിക്കാത്ത സയൻറ്റിസ്റ്റുകളുണ്ട്, അങ്ങനെയല്ല എന്ന് പറയുന്നവരുണ്ട്. എങ്കിൽ പോലും പക്ഷേ നമുക്ക് വേറൊരു തലമുണ്ട്. എനിക്ക് തന്നെ പരിണമിക്കണ്ടേ, എനിക്ക് തന്നെ അടുത്ത വേർഷനിലേക്ക് പോയിക്കൂടെ. നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ അടുത്ത വേർഷൻ എടുക്കില്ലേ, പുതിയ വേർഷൻ നമ്മൾ എടുക്കില്ലേ, സോഫ്റ്റ്വെയർ അടുത്ത വേർഷനിലേക്ക് വരുന്നില്ലേ. എനിക്കെന്തുകൊണ്ട് അടുത്ത വേർഷനിലേക്ക് പോയിക്കൂടാ? അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ലേ ഇല്ലേ? അതിന് സാധ്യതയുണ്ട്. നമുക്ക് തന്നെ വേറൊരു ജീവിയായിട്ട് മാറാൻ പറ്റും. ഇപ്പോൾ രാഹുൽ തന്നെ ഇപ്പോഴത്തെ ഈ ജീവിയെ മാറ്റിയിട്ട് കുറച്ചുകൂടി ഹയർ വേർഷനിലേക്ക് വരാൻ പറ്റും. അതിനുള്ള ടൂളാണ് മെഡിറ്റേഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ കാണുന്ന പോലെ കണ്ടാൽ പോരാ. ഇതൊരു വലിയ ഒരു ഇൻസ്ട്രുമെൻ്റാണ് നമുക്ക് പ്രകൃതി തന്നിട്ടുള്ളത്. ഇതാരും ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമല്ല. ട്രാൻസ്ഫോർമേഷൻ പ്രകൃതിയുടെ ആവശ്യമാണ്, മാറ്റം പ്രകൃതിയുടെ ആവശ്യമാണ്. അതൊരു സ്പീഷീസിലൂടെ നിയാന്തത്താൾ മനുഷ്യൻ, പിന്നെ ഹോമോ സാപ്പിയൻസ് പിന്നെയാണ് മനുഷ്യൻ എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രകൃതിയുടെ ഒരു മൂവ്മെൻ്റാണ്. പ്രകൃതിക്ക് തന്നെ എന്ത് വേണം? അവനവൻ്റെ, അതായത് മനുഷ്യനാണ് ഇതൊക്കെ ബോധമൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക. മറ്റവരൊക്കെ ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ തന്നെ പരിണമിക്കാൻ പറ്റണം, അടുത്ത ലെവലിലേക്ക് വരാൻ പറ്റണം. ഇത് നമ്മൾ പരിണമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിണമിച്ചു എന്ന് മാത്രമല്ല, നമ്മളിലൂടെ ഉണ്ടാകുന്ന ജനറേഷന് ഈ പരിണാമം ഉണ്ടാവും, അടുത്ത തലമുറയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവർ അടുത്തോട് ഹയർ ബോധമുള്ള, ഹയർ കോൺഷ്യസ്നസ് ഉള്ള, കുറച്ചുകൂടി ഇവോൾവ് ചെയ്ത ഒരു തലമുറയായിട്ട് വരും. ഇതിനൊക്കെയുള്ള സാധ്യതയാണ് തുറന്നു കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് 1 മാസം 2 മാസം 3 മാസം പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഒരു
ഇവോൾവ്മെന്റ് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോയാൽ മതി. ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കൊന്നും വേണ്ട. ഇതിപ്പോ സാറ് പഠിപ്പിക്കുന്നത് ഓൺലൈനായിട്ടാണോ അതോ ഓഫ്ലൈനായിട്ടാണോ? ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ട്. ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അടുത്തടുത്ത സെന്റേഴ്സിൽ കേരളത്തിൽ നല്ല ലോകത്ത് ഒരു 165 രാജ്യങ്ങളിൽ ഇതിനുള്ള ഓഫ്ലൈൻ സപ്പോർട്ട് ഉണ്ട്. ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് കിട്ടാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ലോകം മുഴുവൻ ഇത് ഫ്രീ ആണ്. കാരണം ഇതൊരു വലിയ സംഭവമാണ്. അപ്പം എനിക്കിത് ചാർജ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കിട്ടിയ ഫ്രീ ആയിരുന്നു. ഞാൻ പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് അവരോട് ഇത് ചാർജ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അത്ര വലിയ സംഭവമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു ബോധത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുക. ഒരു കച്ചവടവൽക്കരണം എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഇങ്ങനെ പ്രവർത്തിക്കുന്നതാണ് ലോകത്ത് ആകമാനുള്ള ട്രെയിനേഴ്സ് മുഴുവൻ തന്നെ. അവർക്ക് കിട്ടിയ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ബാക്കി സമയം കൊണ്ട് ഒരു നല്ല പരിഗണന ഇതിന് കൊടുക്കുന്നുണ്ട്. ഒരാൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിയുന്നത്ര അവർ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ നിസ്വാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ട്രെയിനേഴ്സ് ലോകം മുഴുവനുണ്ട്. അപ്പോൾ അവരെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അവർ റെഡിയാണ്. പിന്നെ ഇവരിൽ നിന്ന് തന്നെയാണ് ഈ വരുന്ന പുതിയ ആൾക്കാരിൽ നിന്ന് തന്നെയാണ് പുതിയ ട്രെയിനേഴ്സ് ഉണ്ടാകുന്നത്. അങ്ങനെ നാളെ നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ലോകത്തെ മാറ്റാനുള്ള നല്ല രീതിയിൽ മാറ്റാനുള്ള ഒരു മികച്ച ടൂളാണ് ഈ ട്രാൻസ്ഫോർമേഷൻ എനർജി ഉപയോഗിച്ചുള്ള മെഡിറ്റേഷൻ. സാധാരണ മെഡിറ്റേഷൻ ഞാൻ പറയുന്നില്ല. കണ്ണടച്ചിരിക്കുന്ന കോൺസെൻട്രേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവത്തെ അല്ല ഞാൻ പറയുന്നത്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമ്മുടെ മാറ്റത്തിന് വേണ്ടിയുള്ള എനർജി ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എനർജി ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗംഭീരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നുമല്ല യഥാർത്ഥ മെഡിറ്റേഷൻ എന്ന് പറയുന്നതാണ് സത്യം. ഇത് യൂണിവേഴ്സിൽ നിന്നുള്ള എനർജി നമ്മളിലേക്ക് ചാനലൈസ് ചെയ്യുന്നതാണ് യഥാർത്ഥ മെഡിറ്റേഷൻ. അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും ഇത് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടും. അത് ചിലർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാവും, അല്ലാത്തവർക്ക് സമയം പിടിക്കും. പക്ഷെ മാറ്റം എല്ലാവർക്കും ഉണ്ടാവും. മാറ്റം വരുമ്പോൾ സമയം എന്ന് പറയുമ്പോൾ എത്ര നാള്? ചില വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലാവും ഇതിൽ ട്രാൻസ്ഫോർമേഷൻ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അവർ ഫ്ലോ ഫീൽ ചെയ്യും. ശരിക്കും ചിലർക്ക് സെൻസിറ്റിവിറ്റിയാണ്, സംവേദനക്ഷമതയാണ്. പക്ഷെ അയാൾക്ക് കിട്ടാത്ത അതിങ്ങനെ ഫീൽ ചെയ്യാത്ത ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല എന്നല്ല, അവർക്കത് കിട്ടുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും അത് ഫീൽ ചെയ്യും. എനിക്ക് 3 മാസം കഴിഞ്ഞു ഈ എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ചോദിക്കാൻ തുടങ്ങിയത് എന്താ സംഭവം. അതുവരെ ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു പോകുന്നു അത്രയേ ഉള്ളൂ. 3 മാസത്തിന് ശേഷമാണ് സാറിന് അത് ഫീൽ ചെയ്യാൻ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ഇതിപ്പോ സാർ എത്ര വർഷമായിട്ട് ഇതിപ്പോ പ്രാക്ടീസ്? ഞാൻ 32 വർഷമായി. 32 വർഷമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 32 years ആയി. ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഓറ അങ്ങനെയുള്ള അല്ലെങ്കിൽ ചക്ര ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹീൽ ആവുന്നത് അല്ലെങ്കിൽ അതിനൊരു ശക്തി കൂടുന്നത് എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ പ്രാക്ടീസിലൂടെ ഇതിനൊക്കെ ശക്തി കൂട്ടാൻ പറ്റും. കാരണം ഇത് ഒരു ക്ലീനിങ് ആണ്. നമ്മൾ ഊർജ കേന്ദ്രങ്ങളൊക്കെ തന്നെ ക്ലീൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ യോഗയുടെ തിയറി പ്രകാരം നമ്മളുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും ഓരോരോ ചക്രങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അവിടെയാണ് ഇത് പോയിട്ട് അടിയുന്നത്. ഇപ്പോൾ ഫിയർ ആണെങ്കിൽ അതൊരു പ്രത്യേക ചക്രയിലാണ് പോയിട്ട് അടിയുന്നത്, ആ ഒരു ഇമോഷൻ. അതുപോലെ തന്നെ ആങ്കർ, അത് വേറൊരു ചക്രയിലാണ്. ഇതെല്ലാം ഒരേ സ്ഥലത്തല്ല വരുന്നത്. അപ്പൊ മെഡിറ്റേഷനിൽ ഈ ഓരോ ചക്രങ്ങളാണ് ക്ലീൻ ചെയ്യപ്പെടുന്നത്. ഓട്ടോമാറ്റിക്കലി ഞാൻ ചെയ്യുന്നൊന്നുമില്ല. അത് പ്രകൃതി തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോരോ ചക്രങ്ങൾ ക്ലീൻ ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മൾ പുരോഗതി ഉണ്ടാവും. ഇപ്പോൾ സ്പിരിച്വാലിറ്റി ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്യാം. സ്പിരിച്വൽ യാത്ര എന്ന് പറയുന്നത് നമ്മൾ കേദാർനാഥ് പോകണ്ടെന്നല്ല, കാശി പോകുന്നൊന്നുമില്ല. ഈ ചക്രങ്ങളിലൂടെയുള്ള യാത്രയാണ് യഥാർത്ഥത്തിലുള്ള സ്പിരിച്വൽ യാത്ര, ആത്മീയ യാത്ര എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഇവോൾവ് ചെയ്യുന്നത്, നമ്മൾ സ്പിരിച്വൽ പേഴ്സണായിട്ട് മാറുന്നത്. അതൊരു സയൻസാണ്. ഇന്ത്യയിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സയൻസാണ്. അല്ലാതെ കുറേ അമ്പലങ്ങളിലോ മറ്റോ പള്ളിയിലോ പോയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ജപോ ആരാധനയും നടത്തുന്നതല്ല. അത് തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിലുള്ള പ്രാക്ടീസ് ഇതൊരു സയൻസാണ്. ഈ സയൻസ് എന്ന് പറയുന്നത് ഈ ഊർജ സെൻറ്റേഴ്സിലൂടെയുള്ള ട്രാവലിംഗ് ആണ്. അങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മൾ പ്രത്യേക ഒരു ഹയർ ചക്രങ്ങളിൽ എത്തുമ്പോഴാണ് നമ്മൾ ഏറ്റവും ഇവോൾവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്നത്. പ്രകൃതി ആഗ്രഹിക്കുന്നതാണ്. അതാണ് പ്രകൃതി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. അത് ഭാഗ്യവശാൽ നമുക്കിപ്പോൾ ഈസിലി അവൈലബിൾ ആണ്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇത് സൗജന്യമാണ്, ഫ്രീ ആണ് എന്നെല്ലാം പറയുമ്പോഴും ആളുകൾക്ക് ഇതിലേക്ക് പോകാൻ താല്പര്യം വരാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ എല്ലാ സമൃദ്ധിയും തന്നിലേക്ക് വരുമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആളുകൾക്ക് പോകാൻ തയ്യാറാവാത്തത്? അവരുടെ ഉള്ളിൽ തന്നെയുള്ള ബ്ലോക്കുകളാണ്. ഒന്ന് മാറ്റത്തെ എല്ലാവരും ഉൾക്കൊള്ളുന്നില്ല. ഞാനൊരു അടുത്ത ലെവലിലേക്ക് വരും എന്ന് പറയുന്നത് തന്നെ
അതിന് തയ്യാറാവുക എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് മറികടന്നിട്ട് വേണം വരാൻ. എനിക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിലാണ് നമ്മൾ അതിന് തയ്യാറാവുക. പിന്നെ മറ്റൊരു കൂട്ടം എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാർ രക്ഷയില്ല എന്നുള്ള രീതിയിൽ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യും. അവരും ക്രമേണ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ട്രെസ് കുറയ്ക്കാനായിരിക്കും. ആ സ്ട്രെസ് നേടിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ കുറേ ആൾക്കാർ ഇതിലെന്തോ ഉണ്ട്, എനിക്ക് അടുത്ത ഒരു ലെവലിലേക്ക് വരണം എന്നുള്ള തോന്നലിലൂടെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട കാരണം ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. ആൾക്കാർക്കൊന്നും തന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ധാരണയില്ല. അതാണ് ഞാൻ ഈ മീഡിയയിലൂടെ ഇത് പറഞ്ഞിട്ട് ഈ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നത്. ഇതിൽ മറ്റ് ഒളിച്ചു കളിയോ കച്ചവട താല്പര്യമോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് കണ്ടുപിടിച്ചിട്ട്, എനിക്ക് 32 വർഷമായിട്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇവോൾവ് ചെയ്ത ആൾക്കാരാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. നിസ്വാർത്ഥത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഉപോൽപ്പന്നാണല്ലോ. മനുഷ്യ സ്നേഹം എന്നൊക്കെ പറയും. നമ്മൾ ഇവോൾവ് ചെയ്യുന്നതോറും നമുക്ക് സ്നേഹം, നമ്മളോടുള്ള സ്നേഹം ആണ് ആദ്യം ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഫാമിലിയോടുള്ള സ്നേഹം, പിന്നെ നമ്മുടെ നാടിനോടും സംസ്കാരത്തോടും ജനങ്ങളോടും ഇന്ത്യയോടും പിന്നെ ലോകത്തോടും ആകുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു വളർച്ചയുടെ പല തലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാജ്യവുമില്ല, പിന്നെ ലോകം മുഴുവനായി. അപ്പോൾ ലോകം മുഴുവൻ തന്നെ മനസ്സിലേക്ക് ആ ബോധത്തിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരാണ് ഇങ്ങനെ നിസ്വാർത്ഥമായിട്ട് അവനവൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയമായിരിക്കും. കാരണം ചിലപ്പോൾ അത് ജഡ്ജിമാരായിരിക്കും, ഡോക്ടർമാരായിരിക്കും, ഈവൻ സിവിൽ സർവീസ് കഴിഞ്ഞ ആൾക്കാർ പോലും ഇങ്ങനത്തെ ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവരൊക്കെ വാല്യുള്ള അല്ലേ, അതാണ്. അപ്പോൾ അത് അവരുടെ ഒരു ബോധത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തുന്നതാണ് അവർക്കൊക്കെ കഴിയുന്നത്. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത്, നമുക്ക് സമയമില്ല എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല. മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും. അതെങ്ങനെയാണ്? അതെനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നല്ല, നമുക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ചെയ്യും തോറും എന്താണ് എനിക്ക് വേണ്ടത്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ അനാവശ്യമായിട്ട് തൽക്കാലം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ മനസ്സ് സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറയും ഓട്ടോമാറ്റിക്കലി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ അടുക്കും ചിട്ടയുണ്ടാവും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ സാധാരണ 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അത് അടുത്തത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരെ എഫിഷ്യൻസി കൂടും, സ്പീഡ് കൂടും, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരും. അതുകൊണ്ട് അയാൾക്ക് സമയം ഉണ്ടാവും. വർക്കിൽ ഒരുപാട് സമയം എടുക്കുന്ന ആൾക്കാർ കുറഞ്ഞ സമയം കൊണ്ട് ആ വർക്ക് തീരും. അങ്ങനെ സമയം ഉണ്ടാവും. മൂന്നാമത്തെ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചില കാര്യങ്ങൾ, ചില സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ബിസിനസ് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാത്തിലും അയാൾ പോയി ഇടപെടില്ല. അയാൾ ആൾക്കാരെ വിശ്വസിക്കാൻ തുടങ്ങും. വിശ്വാസക്കുറവ് കൂടിയാണല്ലോ നമ്മൾ പ്രശ്നത്തിൻ്റെ ഒക്കെ. നമ്മുടെ ഫാമിലിയെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ വൈഫിനെ എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ചുമതല കൊടുക്കുക. ഇതൊന്നും നമ്മൾ ചെയ്യാത്തതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് വരെയൊന്നും വിശ്വാസമില്ല. പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ചെയ്യുമെന്ന് ഒരു വിശ്വാസമില്ലാത്ത കുട്ടികളെ വിശ്വസിക്കുന്നില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ തന്നെ ഇൻവോൾവ് ചെയ്യും. ഒരു വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയി നിൽക്കണം. എല്ലാ കാര്യത്തിലും നമ്മുടെ സാന്നിധ്യം വേണമെന്നാണ് നമ്മുടെ ഒരു തെറ്റായ ധാരണ. അതിൻ്റെ ആവശ്യമില്ല. ഈവൻ വലിയ ബിസിനസ് നടത്തുന്ന ആൾക്കാർ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അവരൊരിക്കലും എല്ലാ കാര്യത്തിലും പോയിട്ട് ഇൻവോൾവ് ചെയ്യില്ല. അവരെല്ലാ അവർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അവർ സുഖമായിട്ട് വീട്ടിലിരിക്കുകയാണ് ചെയ്യുക. മുകേഷ് അംബാനി ഒന്നും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊന്നും വർക്ക് ചെയ്യുന്നില്ല. അയാൾ മിക്കവാറും ടൈമിൽ അയാളെ റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, വിശ്വാസം, ആൾക്കാരെ വിശ്വസിക്കുക എന്ന് പറയുന്നത്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും ഏത് കാര്യത്തിലും. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡായിട്ടിരിക്കാം. ഒരുപാട് താങ്ക് യു.